സാമൂഹ്യ മാധ്യമങ്ങൾ, സാമ്പ്രദായിക മാധ്യമങ്ങൾ, ന്യൂജൻ മലയാളികളായിട്ടുള്ള ഗൈക്കൾ, കാലികരായിട്ടുള്ള ബ്രോക്കൾ, ചിലയിനം നവകാല ചലച്ചിത്ര പ്രവർത്തകർ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രീ അശ്വന്ത് കോക്കാണ് നവകേരളത്തിലെ ഏറ്റവും യോഗ്യനും കരുത്തനുമായിട്ടുള്ള ചലച്ചിത്ര നിരൂപകനെന്ന്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയും ഇപ്പോൾ അത് അംഗീകരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള എന്ന സിനിമയ്ക്ക് തീരെ അനുകൂലമല്ലാത്ത നിലയിൽ അഭിപ്രായം പറഞ്ഞ അശ്വന്ത് കോക്കിന്റെ വീഡിയോ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യിപ്പിക്കാനുള്ള നീക്കം നടത്തിയതോടുകൂടി മമ്മൂട്ടി ചിത്രത്തിന്റെ വിജയം പോലും കോക്കിന്റെ നാക്കിലാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന നില വന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി അവർ സമൂഹത്തിൽ പരത്തി. ഗുണം അശ്വന്തിന്റെ കോക്കിന് മാത്രം. സത്യത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ, അതായത് കോക്കിന്റെ നാക്കിന് ഒരു സിനിമയെ വിജയിപ്പിക്കാനുള്ള അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് കാണികളെ എത്തിക്കാതെ ഇരിക്കാനോ ഉള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായും അത് കോക്കിന്റെ നാക്കിന്റെ കരുത്തല്ല, നവപ്രേക്ഷക സമൂഹത്തിന്റെ പരിമിതിയാണത്. കാഴ്ചക്കാരുടെ കഴിവുകേടാണ്, പ്രേക്ഷക ബുദ്ധിയുടെ കരുത്തില്ലായ്മയാണ്, നമ്മൾ കാണി സമൂഹത്തിന്റെ പരാജയമാണ്. സൈദ്ധാന്തിക സുന്നത്തിന് ഇരപ്പെട്ട ഒരു സമൂഹമായി നവകേരളീയർ മാറിയതിന്റെ അനന്തരഫലമാണ് ഇതെല്ലാം. സ്വന്തം ബുദ്ധിയെ മാനിക്കാനോ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ നമുക്കിന്ന് കഴിയുന്നില്ല. എന്തിലും നമുക്ക് വിദഗ്ധോപദേശം വേണം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ വ്യക്തിത്വം വല്ലാണ്ട് ചുരുങ്ങിപ്പോയി. ഉപദേഷ്ടാക്കളെ തീറ്റിപ്പോറ്റാൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു തൊഴുത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപദേശം ചുരത്താൻ മുട്ടി ഡസൻ കണക്കിന് ഉപദേശി പശുക്കളാണ് ആ തൊഴുത്തിൽ അകിടു വീർപ്പിച്ച് നിൽക്കുന്നത്. ദൗർഭാഗ്യവശാൽ അവറ്റകൾ ചുരത്തുന്നത് വിഡ്ഢിത്തത്തിന്റെ ചെമ്പാലാകുന്നു എന്നത് നവകേരളീയരുടെ ഗതികേട്. എന്തായാലും കരുണാകരനും നായനാരും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ സ്വന്തം ബുദ്ധിയിലും വ്യക്തിത്വത്തിലും വിശ്വസിച്ചവരായിരുന്നു. തലയ്ക്ക് നല്ല ബലമുള്ളവനായിരുന്നുവെങ്കിലും അച്യുതാനന്ദന് പക്ഷേ പിണുങ്ങാണ്ടിയുടെ ആ കടിഞ്ഞാണിൽ കഴിയാനേ പറ്റിയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, അല്പകാലം മുൻപ് വരെ മലയാളികൾ മണ്ടന്മാരെ പിടിച്ച് ക്ലിഫ് ഹൗസിൽ അടച്ചിരുന്നില്ല. രാഷ്ട്രീയ കേരളത്തിന് സംഭവിച്ച അതേ കുഴപ്പം തന്നെയാണ് സാഹിത്യ കേരളത്തിനും സാംസ്കാരിക കേരളത്തിനും സാമൂഹ്യ കേരളത്തിനും സംഭവിച്ചത്. അതുതന്നെയാണ് ചലച്ചിത്ര കേരളത്തിനും പറ്റിയത്. ആരെയാണ് വളർത്തേണ്ടത്, ആരെയാണ് വാഴിക്കേണ്ടത്, ആരെയാണ് വാഴ്ത്തേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് വീഴ്ത്തേണ്ടത്, അതൊന്നും ഗൂഗിളാനന്തര കേരളത്തിലെ മലയാളികൾക്ക് അറിയാതെ പോവുകയാണ്, ഒട്ടും തന്നെ അറിയാതെ പോവുകയാണ്. PR പാണന്മാർക്ക് വെറും ഒരു പരസ്യം കൊണ്ട് പരസ്യമായി ഇന്ന് മലയാളികളെ കബളിപ്പിക്കാൻ കഴിയും എന്നത് രഹസ്യമല്ല. വിവരവിപ്ലവം സമൂഹത്തെ പിടിമുറുക്കിയ ഈ കാലത്ത് ശരിയും തെറ്റും നന്മയും തിന്മയും നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം മലയാളികളുടെ മണ്ടയിലേക്ക് വിവരക്കേടുകളുടെയും അസത്യങ്ങളുടെയും അവാസ്തവങ്ങളുടെയും വലിയ വലിയ ശേഖരം നവമാധ്യമങ്ങളിലൂടെ തട്ടപ്പെടുകയാണ്. അയോഗ്യരും അർദ്ധയോഗ്യരും അതുപോലെ തന്നെ അതിവിഡ്ഢികളും അല്പബുദ്ധരും വളരെ സമർത്ഥമായി നവമാധ്യമങ്ങളെ കീഴടക്കി. ആക്രോശിക്കുന്ന വിഡ്ഢികളുടെ ശബ്ദം നവമാധ്യമങ്ങളിലൂടെ കേരളമാകെ മുഴങ്ങി. അവരെ നവമലയാളം ആഘോഷിക്കാൻ തുടങ്ങി. നിറകുടം തുളുമ്പില്ല എന്നല്ലേ പറയുക. വിവരവും വിവേകവും വെളിവും വകതിരിവും കൊണ്ട് മണ്ട നിറഞ്ഞവർ നിശബ്ദരായി ഈ സമൂഹത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞു. അതോടെ അവർ അപ്രസക്തരും അപ്രധാനികളുമായി. അതാണ് ശരിക്കും അബദ്ധമായത്. അവിടെയാണ് നമുക്ക് പിഴച്ചത്. നല്ലതിനെ വളർത്തുന്ന വളമാകാനും കെട്ടതിനെ കെടുത്തുന്ന വിഷമാകാനുമുള്ള കഴിവ് മലയാള സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയി. ഈ കാലത്തായിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെയും MD വാസുദേവൻ നായരെയും നമുക്ക് ലഭിക്കില്ലായിരുന്നു. ഈ നിപ്പ ദിശാന്തന്റെ ഭൂതകാല കുളിരിൽ അവരുടെ സാഹിത്യ സിദ്ധി വിറങ്ങലിച്ചു പോയേനെ. ആ സ്ത്രീ ചിത്രം കട്ടുകൊണ്ടു കൊടുക്കുന്ന കവിതകളിൽ അച്ചടിമഷി പുരട്ടി കാവ്യദേവതയുടെ മാനത്തിന്റെ ഛന്ദസ് നിപ്പ ദിശാന്തൻ വലിച്ചു കീറുന്നത് കണ്ട് അവർ നിശബ്ദ വിലാപവുമായി നവകേരളത്തിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. അവർ ഈ നവ മലയാള സമൂഹത്തിൽ ഒന്നുമാകാതെ പോകുമായിരുന്നു. അവരെ ഈ സമൂഹം ഒന്നുമാക്കില്ലായിരുന്നു. ഇനി എന്തെങ്കിലും ആക്കിയാൽ തന്നെ അത് സുഡാപ്പി, സംഘി എന്നീ നിലകളിൽ മാത്രമായിരിക്കും. സുഡാപ്പിയായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീർ തീവ്ര മതേതരനായും ഭ്രൂണം കുത്തിയായിട്ടുള്ള ഒരു സവർണ ഫാസിസ്റ്റ് സംഘിയായി MD വാസുദേവൻ നായരും ഈ ഹരിത നവകേരളത്തിൽ ഒടുങ്ങുമായിരുന്നു. ഓർക്കണം, ഗുണവും യോഗ്യതയുമുള്ളതൊക്കെ എപ്പോഴും എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. അത് പ്രപഞ്ച സത്യമാണ്. വിഷത്തോളം അളവിൽ അമൃതുണ്ടാവില്ല ലോകത്ത്. അമൃതും വിഷവും തരംതിരിച്ച് വിഷം നീക്കി അമൃത് മാത്രം സമൂഹത്തിന് നൽകിയിരുന്ന ഒരു മാധ്യമകാലം നമ്മുടെ കേരളത്തിനുണ്ടായിരുന്നു, അല്ലേ?
നല്ലതും ചീത്തയും തിരിച്ചറിയാവുന്ന സാമൂഹ്യ ബുദ്ധിയും പൗരബോധവുമൊക്കെയുള്ള പത്രാധിപന്മാരും മാധ്യമപ്രവർത്തകരും പ്രസിദ്ധീകരണ മുതലാളിമാരും ഒക്കെ നമുക്കുണ്ടായിരുന്നു. ഈ CK അപ്പുക്കുട്ടി ഗുപ്തൻ പത്രാധിപരായിരുന്ന CR കൃഷ്ണപിള്ളയുടെ ജയകേരളം മാസികയും അതുപോലെ തന്നെ നമ്മുടെ മാതൃഭൂമിയുമാണ് MT വാസുദേവൻ നായരെ വായനക്കാർക്ക് നൽകിയത്. ഈ പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരി മലയാളത്തിന് നൽകിയ സമ്മാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. അതെ, പഴയ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ അവരായി മാറിയത്. ഒരു കാര്യം കൂടിയുണ്ട്, പുരാതന മലയാളക്കര കണ്ട ഏറ്റവും യോഗ്യനായിട്ടുള്ള ചലച്ചിത്ര നിരൂപകനായിരുന്നല്ലോ നമ്മുടെ കോഴിക്കോടൻ. ആ മനുഷ്യൻ ഇക്കാലത്തായിരുന്നു ജീവിച്ചിരുന്നതെങ്കിലോ? അശ്വന്ത് കോക്കിന്റെ നിരൂപണ സിദ്ധിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാതെ ആ മനുഷ്യൻ ഒന്നുമല്ലാതായി മാറില്ലായിരുന്നു, അല്ലെങ്കിൽ ഒന്നുമല്ലാതായി തീരില്ലായിരുന്നു. ഇത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. ഏതുതരം ആളുകൾക്കും സംഘടിച്ച് കരുത്തരാകാൻ ഇന്ന് കഴിയും. സമൂഹത്തിൽ വിഷബുദ്ധിയുള്ള മനുഷ്യരാണോ അതോ അമൃതബുദ്ധിയുള്ളവരാണോ കൂടുതലും അല്ലെങ്കിൽ ഭൂരിപക്ഷമെന്ന് അറിയണമെങ്കിൽ നവസാമൂഹ്യ മാധ്യമങ്ങളിലേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി. വിഷബുദ്ധിയുള്ള ഒരാൾ ആഘോഷിക്കപ്പെട്ടാൽ ഈ സമൂഹം വിഷബുദ്ധിയുള്ള മനുഷ്യരുടെ ഒരു കൂട്ടമാണ്. വിഡ്ഢികൾ ആഘോഷിക്കപ്പെട്ടാൽ ഈ സമൂഹം വിഡ്ഢികൾ ഭൂരിപക്ഷമാകുന്ന ഒന്നാണ്. എന്തായാലും അശ്വന്ത് കോക്കിനെ വിലയിരുത്താൻ ഞാൻ ആളല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളുമല്ല ഞാൻ. പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ പോങ്ങൻ സ്വയം പര്യാപ്തത കൈവരിച്ചവനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര പാണ്ഡിത്യത്തിന്റെ സഹായം പറ്റേണ്ട ഗതികേട് എന്നിലെ പ്രേക്ഷകനില്ല, ഒട്ടും തന്നെ ഇല്ല. രുചിയും അഭിരുചിയും ഒക്കെ ഓരോ മനുഷ്യരിലും വളരെ വ്യത്യസ്തമല്ലേ. എനിക്കിഷ്ടപ്പെടുന്ന സിനിമ നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്നില്ല. നിങ്ങൾ ആസ്വദിക്കുന്ന ഒന്ന് എനിക്ക് രുചിക്കണമെന്നില്ല, അല്ലെങ്കിൽ രസിക്കണമെന്നില്ല. കഴിക്കാനുള്ള ഭക്ഷണം, കാണാനുള്ള സിനിമ, കൂടെ ചേർക്കാനുള്ള ജീവിത പങ്കാളി, ഇവ മൂന്നും മറ്റൊരാളെ കൊണ്ട് അനുഭവിപ്പിച്ചതിന് ശേഷം അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് സ്വയം ആസ്വദിക്കാൻ നിൽക്കരുതെന്നാണ് പോങ്ങന്റെ ഒരു എളിയ അഭ്യർത്ഥന. സിനിമയുടെ അവസാന വാക്കാകുന്ന നിലയിൽ ആരാണ് ഈ കോക്കിനെ വളർത്തിയത്? കോക്കിന്റെ 2 വീഡിയോകളാണ് ആകെ പോങ്ങൻ കണ്ടിട്ടുള്ളത്. നവ സാമ്പ്രദായിക ഭേദം കൂടാതെ മാധ്യമങ്ങൾ കോക്കിനെ വാഴ്ത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര പരിജ്ഞാനത്തെ ഒന്ന് പരിചയപ്പെടാൻ നടത്തിയതാണ് കാഴ്ചകൾ. അതിൽ നിന്ന് ഒരു കാര്യം പോകന് മനസ്സിലായി. ഒരിക്കലും കോക്കിന്റെ ചലച്ചിത്ര പാണ്ഡിത്യത്തിന് അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഒട്ടും തന്നെ പങ്കില്ല. പിന്നെ ആരാണ് കോക്കിനെ വളർത്തിയത്? ചലച്ചിത്ര രംഗത്തുള്ളതിലും അറിവ് സാമൂഹ്യ മനഃശാസ്ത്രത്തിൽ ആൾക്കുണ്ട്. മഠയ മലയാളികളെ എങ്ങനെ പാട്ടിലാക്കാമെന്ന് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. എന്നാൽ അതുമല്ല ഈ നിലയ്ക്കുള്ള വളർച്ചയ്ക്ക് കാരണം. അങ്ങനെയാണ് പോങ്ങന്റെ കാഴ്ച. സത്യത്തിൽ സിനിമാക്കാർ തന്നെയാണ് കോക്കിനെ ഈ നിലയിൽ ഉയർത്തിയത്. ധ്യാൻ, അജു, ഇമ്മാതിരി താരങ്ങളൊക്കെ ഇടക്കാലത്ത് കോക്കിന്റെ അംബാസഡർമാരെ പോലെയാണ് നവമാധ്യമങ്ങളിൽ പ്രവർത്തിച്ചത്. കോക്ക് നല്ലത് പറഞ്ഞാൽ അതിന്റെ കഷണമെടുത്ത് സിനിമാക്കാർ അവരുടെ പ്രൊഫൈലുകളിൽ ഇടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി തുടങ്ങിയതോടുകൂടി കോക്കിന്റെ പെരുമ വല്ലാതെ അങ്ങ് ഏറി. സാമ്പ്രദായിക മാധ്യമങ്ങൾ ചാനൽ സ്റ്റുഡിയോയിലേക്ക് കോക്കിനെ ക്ഷണിച്ചു തുടങ്ങി. കോക്കിന്റെ നാക്കെന്തു പറയുന്നു എന്ന് നോക്കിയിരിക്കുന്ന ചലച്ചിത്രകാരന്മാരുടെ എണ്ണത്തിൽ പെരുക്കമുണ്ടായി. തങ്ങളുടെ സിനിമയ്ക്ക് മേൽ കോക്കിന്റെ കോപം വീഴുമോ എന്ന ഭയം സിനിമാക്കാരിൽ പിടികൂടി. നല്ല നാസ്തികരായിട്ടുള്ള ചലച്ചിത്രകാരന്മാർ ദൈവവിശ്വാസികളായി. കോക്കിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന നിലയ്ക്ക് തങ്ങൾക്ക് സിനിമകൾ സാധ്യമാക്കാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവങ്ങളെ പൊറുതിമുട്ടിക്കാൻ അവർ ആരംഭിച്ചു. സിനിമാക്കാരെ ആരാധിക്കുന്ന ഫാനരന്മാർ സിനിമാക്കാർ ആരാധിക്കുന്ന കോക്കിന്റെ ആസനം താങ്ങാൻ ആവേശത്തോടുകൂടി ആ മനുഷ്യന്റെ പിന്നാലെ കൂടി. യൂട്യൂബിൽ നിന്നും കോക്കിന്റെ കീശയിലേക്ക് വരുന്ന ഡോളറുകൾ കണ്ട് സർക്കാർ ശമ്പളമായി കോക്കിന്റെ കീശയിലേക്ക് ചേക്കേറി കിടക്കുന്ന ഇന്ത്യൻ രൂപ കണ്ടമാനം ഡെസ്പടിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ സിനിമ തോറ്റാലും ജയിച്ചാലും കോക്കിന്റെ നാക്ക് ആ സിനിമയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കും. ഈ അവസ്ഥയിലേക്ക് കോക്കിനെ വളർത്തിയത് സൈദ്ധാന്തിക സുന്നത്തിന് ഇരപ്പെട്ട സിനിമാക്കാരും ശുഷ്കബുദ്ധരായിട്ടുള്ള സിനിമാ പ്രേമികളും ഒന്നു ചേർന്നാണ്. ഇപ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കോക്കിന്റെ പ്രതാപത്തെ ഉദ്ധരിപ്പിച്ച് ഉയർത്താനുള്ള വയാഗ്രയായി മമ്മൂട്ടിയും മാറിയിരിക്കുന്നു. ടർബോ എന്ന സിനിമയെ തോൽപ്പിക്കാൻ അശ്വന്ത് കോക്കിന്റെ നാക്കിന് സാധിക്കുമെന്ന് മമ്മൂട്ടി കമ്പനി വിചാരിക്കുന്നിടത്ത് മമ്മൂട്ടി കമ്പനി ദുർബലമാവുകയല്ലേ? അങ്ങനെ വിചാരിക്കുന്നിടത്ത് അശ്വന്തിന്റെ കോക്കിനേക്കാൾ ചെറുതാണ് മമ്മൂട്ടി എന്ന പ്രഖ്യാപനമല്ലേ മമ്മൂട്ടി കമ്പനി നടത്തിയത്? പടം റിലീസ് ചെയ്ത് ആദ്യ പ്രദർശനം കഴിഞ്ഞ് അധികം കഴിയും മുന്നേ മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബന്റെ റിവ്യൂ കോക്കിൽ നിന്ന് സംഭവിച്ചു. വാലിബന്റെ കോസ്റ്റ്യൂമൊക്കെയായി കോക്കിരിക്കുന്ന തംബ്നെയിലോടുകൂടി യൂട്യൂബ് അദ്ദേഹത്തിന്റെ വീഡിയോ എനിക്ക് സജസ്റ്റ് ചെയ്തു. ആ സമയത്ത് അരമണിക്കൂറിൽ ആ വീഡിയോ കണ്ടവരുടെ എണ്ണം ഏതാണ്ട് 100,000-അടുത്ത് വരും. ലാലിന്റെ ആ ചിത്രത്തിനെതിരെ കോക്ക് നാക്കാട്ടിയപ്പോൾ ആ മനുഷ്യന് ലൈക്കും കമന്റും ഷെയറും നൽകി പ്രോത്സാഹിപ്പിച്ചവരാണ്. കോക്കിനെ വളർത്താൻ വളമായവരാണ് ഇപ്പോൾ കോക്കിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. പോങ്ങൻ ഒന്നേ പറയുന്നുള്ളൂ, ആരാന്റെ അമ്മയുടെ ഭ്രാന്ത് ആസ്വദിക്കുന്ന സ്വഭാവം ആർക്കും നല്ലതല്ല.
വാലിബനെ വീഴ്ത്താനായി നിങ്ങൾ പ്രോത്സാഹനം ചുരിഞ്ഞ അതേ നാക്കാണ് ടർബോയ്ക്ക് നേരെ ഇപ്പോൾ നീണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പൊള്ളി. സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലുള്ള വേദന മനസ്സിലാക്കുകയും ചെയ്തു, അല്ലേ? ഇപ്പോൾ കോക്കിന്റെ നാക്കരിയാൻ മമ്മൂട്ടി കമ്പനി നീങ്ങുമ്പോൾ നിങ്ങൾ പൊതുസമൂഹത്തെ ബോധിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ മമ്മൂട്ടി കമ്പനിയും അശ്വന്തിന്റെ കോക്കിനേക്കാൾ ചെറുതാണെന്ന്. സ്വല്പമെങ്കിലും ബോധമുണ്ടായിരുന്നുവെങ്കിൽ 4 പതിറ്റാണ്ടുകൊണ്ട് മമ്മൂട്ടി ഉണ്ടാക്കിയ താരമൂല്യത്തിന്റെ തിളക്കത്തിൽ അശ്വന്തിന്റെ കോക്കിനെ സമൂഹ മധ്യത്തിൽ വിളക്കാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാവില്ലായിരുന്നു. മമ്മൂട്ടി കമ്പനിക്ക് ഈ ബുദ്ധി ഉപദേശിച്ചവൻ ആരായാലും ആ വിഡ്ഢിയുമായുള്ള കമ്പനിയടിയും സഹകരണവും മമ്മൂട്ടി കമ്പനിയും അവസാനിപ്പിക്കുകയാണ് നല്ലത്. ഇല്ലാൽ മമ്മൂട്ടിക്ക് അശ്വന്തിന്റെ കോക്കിനേക്കാൾ വലിപ്പം കുറവാണെന്ന് ഇനിയും ഓൺ നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കും. പ്രേക്ഷകരോട് ഒരൊറ്റ അഭ്യർത്ഥനയെ പോകാനുള്ളൂ. സ്വന്തം ആസ്വാദന ശേഷിയെ വിശ്വസിച്ചുകൊണ്ട് പ്രേക്ഷകൻ എന്ന നിലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കോക്കുണ്ണികളുടെ വാക്കുകളാവരുത് നിങ്ങളുടെ അഭിരുചിക്ക് ചലച്ചിത്ര കാഴ്ചകൾ വിളമ്പേണ്ടത്, അത്രമാത്രം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. മമ്മൂട്ടി കമ്പനി ഇപ്പോൾ ചെയ്തത് അബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു.